വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായി. 300-ലേറെ മനുഷ്യർ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ കേരളമെന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന് ₹1 പോലും ധനസഹായം നൽകിയില്ല എന്നത് മാത്രമല്ല, ഇപ്പോൾ ഹൈക്കോടതി തന്നെ ചോദിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ, കേന്ദ്രം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണോ എന്ന്. ഈ അവസരത്തിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചർച്ച വയനാടല്ല, പകരം നമ്മുടെ ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരമാണ്. എന്തുകൊണ്ടായിരിക്കും വയനാടിന് ലഭിക്കാത്ത പ്രാധാന്യം ഇപ്പോൾ വാർത്താമുറികളിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് ലഭിക്കുന്നത്? കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC തന്നെ തള്ളിക്കളഞ്ഞ സെക്രട്ടേറിയറ്റിന് മുൻപിലെ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മന്ത്രി വീണ ജോർജ് നൽകിയ നിയമസഭയിലെ ഒരു മറുപടിയുണ്ട്. അതൊന്ന് കേട്ടു നോക്കുക. കേരളത്തിൽ ആശമാർക്ക് ഓണറേറിയം പ്രഖ്യാപിക്കുന്നത് LDF സർക്കാരാണ്. 2011 കാലയളവിലാണ് സർ ₹500 പ്രഖ്യാപിച്ചത്. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. സർ, ഇവിടെ ഓണറേറിയം സംസ്ഥാനം നൽകുന്നത് ₹7000. ഇതുകൂടാതെ സർ, കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫിക്സ്ഡ് ഇൻസെന്റീവ് ഉണ്ട്, ₹3000. ആ ₹3000യും 60-40 അനുപാതത്തിലാണ് നൽകുന്നത്. 60% കേന്ദ്ര സർക്കാർ, 40% സംസ്ഥാന സർക്കാർ. സർ, അതായത് ₹13,000 ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ₹7,000 ഓണറേറിയം പ്ലസ് ₹3,000 ഫിക്സ്ഡ് ഇൻസെന്റീവ് പ്ലസ് പ്രവർത്തനങ്ങൾക്കുള്ള സേവനങ്ങൾക്കുള്ള ഇൻസെന്റീവ്സ് കൂടി കണക്കാക്കുമ്പോൾ ഒരു ആശയ്ക്ക് ₹13,000 ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ₹13,000യിൽ ₹9,400 സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് സർ. അപ്പോൾ പല മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് പല തെറ്റായ വാർത്തകൾ കൊടുക്കുന്നുണ്ട് സർ. കേന്ദ്ര സർക്കാർ തങ്ങളെ തൊഴിലാളികളായി പോലും പരിഗണിക്കാത്തതിൽ ഒരു കേരളത്തിലെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കും പ്രശ്നമില്ല. അതേ കേന്ദ്ര സർക്കാരിലെ മന്ത്രിയായ സുരേഷ് ഗോപിയെ അവർ മണിമുറ്റത്താവണിപ്പന്തൽ പാട്ടുപാടി സ്വീകരിക്കും. പക്ഷേ സംസ്ഥാനം ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇൻസെന്റീവിനേക്കാളും വേതനത്തെക്കാളും കൂടുതൽ ഓണറേറിയം കിട്ടുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ ആശാ വർക്കർമാർ മാറിയിട്ട് കാലം കുറച്ചായി. പക്ഷേ കേരളത്തിലെ ആശാ വർക്കർമാർക്ക് അവരെ കേന്ദ്ര സർക്കാർ ഒരു തൊഴിലാളികളായി പരിഗണിക്കണമെന്നോ അവർക്ക് വ്യക്തമായൊരു വേതന വ്യവസ്ഥ തീരുമാനിക്കണമെന്നോ ഉള്ള ആവശ്യങ്ങളില്ല. പകരം സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെ യുടെയും RSSന്റെയും തൊഴിലാളി സംഘടനയായ BMSന്റെ പിന്തുണയോടെ ഈ ആശാ വർക്കർമാർ നടത്തുന്ന സമരം അത് ആശാ വർക്കർമാർക്ക് വേണ്ടിയല്ല, പകരം വയനാട്ടിൽ ദുരന്തം നടന്നിട്ടും ഒരു പ്രത്യേക ധനസഹായം പോലും നൽകാതെ കേരളത്തെ വഞ്ചിച്ച BJPക്കെതിരായി വേണ്ടിയുള്ള ഒരു വിടുപണി മാത്രമാണെന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. വയനാട്ടിൽ പോയി ലൈവ് കവറേജ് നടത്തിയ ഒരു മുഖ്യധാരാ മാധ്യമ പ്രവർത്തകനും ഇപ്പോൾ വയനാടിനെ കുറിച്ച് ഒരു വാക്ക് മിണ്ടാനില്ല. കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചതി അവർ കാണുന്നില്ല. അവർക്കത് ചർച്ചാ വിഷയമല്ല. അവരെ ബാധിക്കുന്നത് വയനാടിനേക്കാളും ആശാ വർക്കർമാരുടെ സമരമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ഓണറേറിയം കൈപ്പറ്റുന്ന സംസ്ഥാനത്തെ ആശാ വർക്കർമാർ ഇനിയും നടത്തുന്ന ഈ സമരം അത് BJPക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ ഓരോ മലയാളിക്കും സാധിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം നറേറ്റീവുകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ജയ് ഭീം, ജയ് ഹിന്ദ്.